ഈ 10 വർഷം കൊണ്ട് ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ നടത്തിയ ധൂർത്തിൻ്റെ കണക്കെടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അനാവശ്യമായി പണം ചെലവാക്കിയതിൻ്റെ കണക്കെടുക്കുകയാണെങ്കിൽ സത്യം പറഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോകും. അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് അറിയേണ്ടിയിരിക്കുന്നു. കോടികളാണ് ധൂർത്തടിച്ചത്. ഏറ്റവും ഒടുവിൽ വന്നത് ഈ PR വർക്കിനും മറ്റുമായിട്ട് ഏതാണ്ട് 227 കോടി രൂപ ജനങ്ങളുടെ പണമെടുത്താണ് സർക്കാരിൻ്റെ PR വർക്ക് നടത്തി വോട്ട് പിടിക്കാൻ ശ്രമിച്ചത്. പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി ഏതാണ്ട് 120 കോടി രൂപ, ഏകദേശം 120 കോടി രൂപ സ്വന്തം കാര്യങ്ങൾക്ക്, അതിൽ പലതും ചിലതൊക്കെ അർഹമായതാണ്, എന്നാൽ പോലും 120 കോടി രൂപയിലധികം സ്വന്തം കാര്യങ്ങൾക്കായിട്ട് പൊതുഖജനാവിൽ നിന്ന് ചെലവഴിച്ചു എന്നാണ് ഒരു ഏകദേശ കണക്ക് പുറത്തു വരുന്നത്. 120 കോടി രൂപ, 10 വർഷം കൊണ്ട് 120 കോടി രൂപ. ഇവിടെ പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ട പദ്ധതികൾ ഇല്ല, അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ തന്നെ നടപ്പിലാക്കുന്നില്ല. ക്ഷേമ പെൻഷൻ ഇല്ല. സർക്കാർ ഉദ്യോഗസ്ഥർക്ക് DA കുടിശ്ശികയായി നിരവധി ഗഡുക്കൾ കിടപ്പുണ്ട്. അതുപോലെ നിരവധി പദ്ധതികൾ തദ്ദേശ സ്വയംഭരണ വകുപ്പുമായി ബന്ധപ്പെട്ടും റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ടും ഒക്കെ തന്നെ എല്ലാം കെട്ടിക്കിടക്കുകയാണ്. ഇവിടെ ശമ്പള വർധനവില്ല, ശമ്പള പരിഷ്കരണമില്ല. അതുപോലെ തന്നെ മറ്റ് ആനുകൂല്യങ്ങൾ, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കുള്ള പ്രോജക്റ്റുകൾക്കൊന്നും പണമില്ല. കൊച്ചുകുട്ടികൾക്ക് ഭക്ഷണം കഴിക്കാൻ, ഉച്ചഭക്ഷണത്തിന് അതിന് വകുപ്പില്ല. ആരോഗ്യരംഗത്ത് വളരെ അധികം ജനങ്ങൾ ബുദ്ധിമുട്ടുന്നു. ഉപകരണങ്ങളില്ല. അതുപോലെ ആവശ്യത്തിന് ഡോക്ടർമാരില്ല. ഇതൊക്കെ നിലനിൽക്കുമ്പോൾ, ഞാൻ വായിൽ വന്നത് പെട്ടെന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ, പ്രശ്നങ്ങളും പ്രതിസന്ധികളും മാത്രമേ ഇവിടെ ഉള്ളൂ. 120 കോടി രൂപ ഒരു മുഖ്യമന്ത്രി സ്വന്തം ആവശ്യങ്ങൾക്കായിട്ട്, സ്വന്തം ആവശ്യങ്ങൾക്ക്, അതുപോലെ തന്നെ കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾക്കായിട്ട്, യാത്രകൾ ഉൾപ്പെടെ ഉള്ള കാര്യങ്ങൾക്കായിട്ട് നടത്തി എന്ന് പറയുമ്പോൾ അത് എത്രമാത്രം ഖേദകരമാണ്. അത് എന്തോ ഒരു ധൂർത്താണ് ഇവിടെ നടത്തിയത്. കയ്യും കണക്കുമില്ലാത്ത ധൂർത്ത്. മുഖ്യമന്ത്രി എഴുതിയെടുക്കുന്നത്, അതുപോലെ ശമ്പളം ആയിട്ട് എഴുതിയെടുക്കുന്നത്, യാത്രാപ്പടി, മറ്റ് കാര്യങ്ങൾ, താമസ സൗകര്യങ്ങൾ, അതുപോലെ തന്നെ ഓരോ മറ്റ് വികസന പ്രവർത്തനങ്ങൾ, ഇതൊക്കെ ഓരോരുത്തർ പറയുന്നത് കേട്ട് ഓരോ രീതിയിലങ്ങ് ചെയ്യുകയാണ്. നവകേരള സദസ്സ് അതങ്ങനെ. അതിനും മുഖ്യമന്ത്രിക്ക് പ്രത്യേകമായിട്ട് ചില ഫണ്ടും കാര്യങ്ങളുമുണ്ട്. അതിൽ നിന്നൊക്കെ ആയിട്ട് ഏതാണ്ട് 120 കോടി രൂപയിലധികം ഒരു വ്യക്തിയും കുടുംബവും കേരള സർക്കാരിൻ്റെ പണം, ജനങ്ങളുടെ പണം എടുത്ത് ചിലവാക്കി എന്ന് പറയുമ്പോൾ അത് നമുക്കൊന്ന് ചിന്തിക്കാൻ പറ്റുന്നൊരു കാര്യമാണോ? 120 കോടി രൂപ, ഈ 120 കോടിയിൽ അത് അദ്ദേഹത്തിന് അർഹമായത് അദ്ദേഹം ചെയ്തോട്ടെ, അത് എത്രയും ആകട്ടെ, വേണ്ട ഒരു 50 കോടി ചിലവഴിച്ചോട്ടെ സ്വന്തം കാര്യങ്ങൾക്കായിട്ട്, വേണ്ട 100 കോടി ചിലവഴിച്ചോട്ടെ, ബാക്കി 20 കോടി. അതായത് ഇവരൊക്കെ സ്വന്തം കീശ വിറപ്പിക്കുകയും സ്വന്തം കാര്യങ്ങൾ നോക്കുകയും, സുരക്ഷയ്ക്ക് തന്നെ രൂപ എത്രയാണ് ഒരു മാസം ചിലവ്? ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുക്കാനായിട്ട് ലക്ഷങ്ങൾ കൊടുത്ത് ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുത്തിട്ട്, കോടികൾ കൊടുത്ത് ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുത്തിട്ട് അത് ചുമ്മായിട്ടിരിക്കുകയാണ്, വെറുതെ വാടക കൊടുക്കുകയാണ്. ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്, ഇതിനു മുൻപ് പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പോൾ പിണറായി സഖാബ് ജനങ്ങളുടെ പണം ഊറ്റിയത് 120 കോടി രൂപ കണക്കും പ്രകാരം മാത്രം. അല്ലാതെയുള്ളതും, അല്ലെങ്കിൽ ബില്ലിൽ വരാത്തതും, കണക്കും പ്രകാരം അല്ലാത്തതുമായത് വേറെയും കോടികൾ കാണും. 120 കോടി രൂപ കൊള്ളാം. ഏതായാലും ഒരു മുഖ്യമന്ത്രിയെ 10 കൊല്ലം തീറ്റിപ്പോറ്റാനായിട്ട് പാവപ്പെട്ട കേരള ജനത, പട്ടിണി കിടക്കുന്ന കേരള ജനത, മുണ്ടുമുറുക്കിയെടുക്കുന്ന പാവപ്പെട്ടവൻ, നമ്മളെപ്പോലുള്ള സാധാരണക്കാർ ചെലവാക്കിയത് 120 കോടി രൂപ, 120 crores rupees. ആലോചിച്ച് നോക്കൂ. ഇന്ന് 120 കോടി രൂപയുടെ വില എത്രയുണ്ട്? പാവപ്പെട്ടവന് കഞ്ഞി കുടിക്കാൻ നിവൃത്തിയില്ല, അവൻ്റെ മക്കളെ പഠിപ്പിക്കാൻ നിവൃത്തിയില്ല, ജോലിയില്ല, തൊഴിലില്ല. യുവാക്കളൊക്കെ തന്നെ വിദേശ രാജ്യങ്ങളിലേക്ക് പോവുകയാണ്. പദ്ധതികളുണ്ട്, പക്ഷേ സ്വന്തക്കാർക്ക് മാത്രമേ പദ്ധതികൾ ഉള്ളൂ. ഊരാളുങ്കൽ സൊസൈറ്റിക്ക് മാത്രമേ എല്ലാം ഉള്ളൂ. ആവശ്യമില്ലാതെ ഓരോ നിയമനങ്ങളും KM എബ്രഹാമിനെ പോലുള്ള ആളുകളെ പിടിച്ച് നിയമിച്ചിരിക്കുകയാണ്. അവർക്കൊക്കെ ലക്ഷങ്ങൾ സാലറി. എന്നിട്ട് മുഖ്യമന്ത്രി സ്വന്തം പോക്കറ്റിലേക്ക് കയറ്റിയത് 120 കോടി രൂപ. ഇതിൻ്റെ കണക്ക് അദ്ദേഹം പറയേണ്ടി വരും, ജനങ്ങളോട് പറയേണ്ടി വരും. കാരണം പാവപ്പെട്ടവൻ്റെ പണമാണ്. പാവപ്പെട്ടവൻ വിയർപ്പും ചോരയും ഒഴുക്കി നേടുന്ന പണത്തിൽ നിന്നാണ് ഈ കളികളൊക്കെ കളിക്കുന്നത്. അപ്പോൾ പിന്നെ ജനങ്ങൾ തിരിഞ്ഞ് കൊത്തിയില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. ജനങ്ങൾ എല്ലായ്പ്പോഴും മണ്ടന്മാരാകില്ല സാർ. സാമാന്യ ബുദ്ധിയൊക്കെ എല്ലാവർക്കുമുണ്ട്.